നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. IPL ഇന്നലെ CSKയെ ട്രിസ്റ്റൻ സ്റ്റെപ്സ് അടിച്ച് പറത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആ സംഭവം ഉണ്ടാകുന്നത്. അദ്ദേഹം പുറത്താവുന്നു. നിതീഷ് റാണ ബൗണ്ടറി ലൈനിൻ്റെ പുറത്ത് ഫോർത്ത് ഒഫീഷ്യലുമായിട്ട് ശക്തമായ തർക്കത്തിൽ ഏർപ്പെടുന്നു. കാരണം എന്താണ് എന്ന്, അപ്പം എന്താ റീസൺ എന്ന് അറിയില്ല എന്നാണ് ഇംഗ്ലീഷ് കമൻറ്റേറ്റേഴ്സൊക്കെ പറഞ്ഞിരുന്നത്. സംഭവം എന്താണെന്നുള്ളത് വ്യക്തമാണ്. ഇപ്പോൾ ഏതായാലും നിതീഷ് റാണയ്ക്കെതിരെ നടപടിയെടുത്തിരിക്കുകയാണ്. 25% അദ്ദേഹത്തിൻ്റെ മാച്ച് ഫീ ഫൈനും കൂടാതെ അദ്ദേഹത്തിന് ഒരു ഡീമെറിറ്റ് പോയിൻറ്റും കൊടുത്തിരിക്കുന്നു. സംഭവം നിങ്ങൾക്കറിയാമല്ലോ, അടിച്ച് പറത്തുകയായിരുന്നു യഥാർത്ഥത്തിൽ ട്രിസ്റ്റൻ സ്റ്റെപ്സ് CSKയെ. 36 പന്തിൽ 60 റൺസ് അദ്ദേഹം എടുത്തിരുന്നു. അങ്ങനെ അദ്ദേഹം നിൽക്കുകയാണ്. അടുത്ത 2 ഓവറുകളിൽ 32 റൺസ് വേണം. DC അവസാന പ്രതീക്ഷ ട്രിസ്റ്റൻ സ്റ്റെപ്സിലാണ്. ആ സമയത്താണ് അദ്ദേഹം തൻ്റെ ഗ്ലൗ മാറ്റണമെന്ന് ആവശ്യപ്പെടുന്നത്. വളരെ സ്വെറ്റി ആയിട്ടുള്ള ഗ്ലൗ വെച്ച് ബാറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റില്ല. മാറ്റാൻ വേണ്ടി അദ്ദേഹം ആവശ്യപ്പെട്ടെങ്കിലും അമ്പയർ അത് സമ്മതിച്ചില്ല. ഫോർത്ത് അമ്പയർ അത് സമ്മതിച്ചില്ല. തൊട്ടു പിന്നാലെ ജെയ്മി ഒവേർട്ടിൻ്റെ ഓവർ അടിക്കാൻ വേണ്ടി ശ്രമിച്ച് ട്രിസ്റ്റൻ സ്റ്റെപ്സ് പുറത്താവുന്നു. ശക്തമായ രൂപത്തിൽ ഫോർത്ത് അമ്പയറോട് തർക്കിക്കുന്ന നിതീഷ് റാണയെയാണ് നമ്മൾ കാണുന്നത്. ഏതായാലും അതാണിപ്പോൾ വിഷയമായി മാറിയിരിക്കുന്നത്. സ്റ്റെപ്സും വലിയ രൂപത്തിൽ നിരാശനായിരുന്നു. അദ്ദേഹം ബാറ്റ് ഇങ്ങനെ എറിയുന്ന കാഴ്ച കണ്ടു. പിന്നെ ഡ്രസ്സിംഗ് റൂമിലേക്ക് കടന്ന് ആ വാതിൽ അടയുന്നതിന് മുമ്പുള്ള ദൃശ്യം നിങ്ങൾ കണ്ടില്ലേ? ഹെൽമെറ്റ് ഊരിയിട്ട് അദ്ദേഹം എറിയുകയാണ്. അപ്പോൾ അത്രയധികം അവർ അനോയിഡായിരുന്നു. പക്ഷേ ഒടുവിൽ നടപടി വരുന്നത് നിതീഷ് റാണയ്ക്കെതിരെയാണ്. അപ്പോൾ നിതീഷ് റാണ 25% അദ്ദേഹത്തിൻ്റെ മാച്ച് ഫീ ഫൈന് കൊടുക്കണം. കൂടാതെ ഒരു ഡീമെറിറ്റ് പോയിൻറ്റും അദ്ദേഹത്തിനെതിരെ എടുത്തിരിക്കുന്നു. അദ്ദേഹം ഈ ഒരു ഒഫൻസ് അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ രുദ്രാജ് ഗെയ്ക്വാദിനും ഫൈനുണ്ട്. 12 ലക്ഷം ഇന്ത്യൻ രൂപയാണ് അദ്ദേഹത്തിന് ഫൈൻ ഇട്ടിരിക്കുന്നത്. CSKയുടെ ഓവർ റേറ്റ് ഒഫൻസാണ്, അതായത് സ്ലോ ഓവർ റേറ്റിന് അദ്ദേഹത്തിനെതിരെ നടപടി എടുത്തിരിക്കുന്നു. ഗെയ്ക്വാദ് ഇപ്പോൾ സിമിലർ ഒഫൻസ് 2026 IPL സീസണിൽ വരുത്തുന്ന 3ാമത്തെ ക്യാപ്റ്റനാണ്. നേരത്തെ ശുഭ്മൻ ഗിൽ ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ താരത്തിന് ഈ രൂപത്തിലുള്ള ഫൈന് കിട്ടിയിരുന്നു. കൂടാതെ ശ്രേയസ് അയ്യർക്ക്, പഞ്ചാബ് കിങ്സിൻ്റെ നായകൻ ശ്രേയസ് അയ്യർക്കും ഈ ഫൈന് കിട്ടിയിരുന്നു. ഏതായാലും അയ്യരുടെ കാര്യത്തിൽ 2 തവണ ഫൈൻഡ് ട്വൈസ് ഓൾറെഡി ദിസ് സീസൺ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കേണ്ട വിഷയവുമാണ്. ഏതായാലും നടപടി വന്നിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.